ചുളിയാർ ഡാമിൻ്റെ തൊട്ടടുത്തെത്തിക്കിന് ഇതിൽ ഇങ്ങനെ പോകണം. പോയി ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ എൻട്രൻസ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 200 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഡാമിലേക്ക് എത്തും കേട്ടോ. അപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കാണാം. സുമതി വളവിൽ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു, അത് ഫോറസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ സുമതി വളവിൽ ഫോറസ്റ്റ് സ്റ്റേഷനായിട്ട് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ഭാഗം അത് ചെക്ക് പോസ്റ്റും അവിടെ കാണുന്ന ചെക്ക് പോസ്റ്റാണ് ഈ സുമതി വളവിൽ. ഡാമിൻ്റെ തൊട്ട ആ സൈഡാണ് കേട്ടോ ആ കയറുന്ന ഒരു എൻട്രൻസ്. അത് പിന്നെ ഇവിടെ മത്സ്യക്കുഞ്ഞു ഉൽപാദന കേന്ദ്രമുണ്ട്. ചുളിയാർ ഡാം മുതൽ നമ്മുടെ ചുളിയാട് ഡാമിന്റെ ഫ്രണ്ട് ഗേറ്റിലാണുള്ളത്. കയറുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ദാഹത്തിനും വിശപ്പിനൊക്കെ സ്നാക്സ്, കാര്യങ്ങൾ, വെള്ളം, എല്ലാ സംഭവം ഉണ്ട്. ഏട്ടന്റെ പേരെന്താ? പശുപതി. നിങ്ങളെ പേര്? പ്രദീപ. ഇവിടെ വരുന്നതിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് മേലോട്ട് പോവാ, അല്ലെങ്കിൽ വാങ്ങി പോവാ അല്ലെ? അങ്ങോട്ട് വാങ്ങിക്കൊണ്ടേക്ക്. ഇവിടെ കാര്യമായിട്ട് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല അല്ലെ? അപ്പം എന്റെ വണ്ടി ഇതാ, ഇവിടെ കുറെ വിസിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ. അപ്പം എന്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം എത്ര മീറ്റർ ഉണ്ട് നടക്കാൻ? 100 മീറ്റർ ഉള്ളൂ അല്ലേ? അപ്പൊ ഒന്ന് കയറി നോക്കാം. ഓക്കെ, വരും കേട്ടോ. അപ്പൊ ഇതാണ് എൻട്രൻസ്. വലിയ ഗേറ്റ് ഒക്കെ അടവാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക എന്താണ് ഇവിടെ കാണാനുള്ളത്. അപ്പൊ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഗായത്രി പുഴ ജലസേചന പദ്ധതി ചുളിയാർ ഡാം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുണ്ട്. ഇതിലേക്ക് കയറുമ്പോൾ ജലം മലിനമാക്കരുത്. ഡാമും പരിസരവും അതീവ സുരക്ഷിത മേഖല ആയതിനാൽ അനുവാദം കൂടാതെ ഡാം പരിസരത്ത് അതിക്രമിച്ച് കടക്കുന്നതും നാശനഷ്ടം ഉണ്ടാക്കുന്നതും ശിക്ഷാർഹമാണ്. പിന്നെ അപകടം പതിയിരിക്കുന്ന ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും പറയുന്നുണ്ട്. ഡാമിലും പരിസരത്തും അനധികൃത വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഫോട്ടോഗ്രാഫി, വീഡിയോ ഫിലിം ഷൂട്ടിംഗ് എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഡാമിനും പരിസരത്തും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും ശിക്ഷാർഹമാണ്. ഡാമിനും പരിസരങ്ങളിലും കന്നുകാലികളെ മേയ്ക്കുവാൻ പാടുള്ളതല്ല. ഡാമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാൻ ജീവനക്കാരുടെ ലക്ഷ്യങ്ങൾ ദയവായി പാലിക്കുക. വലിച്ചേറിയത് മാലിന്യം വൃത്തികേടാക്കരുത്. പരിസരം ഓർക്കുക. പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴ. അങ്ങനെ ഞാൻ ഒരു 100 മീറ്ററോളം നടന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ചുള്ളിയാർ ഡാം. ഈ ഡാമിന്റെ പുറം കാഴ്ചകൾ കേട്ടോ, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. നല്ല വലിയൊരു പാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിലൊക്കെ എല്ലാവർക്കും കൂട്ടം മാറ്റിയിരുന്നിട്ട് അടിപൊളിയായിട്ട് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാൻ നല്ല സമയം വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം കേട്ടോ. ഇവിടെ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തീരെ ആളില്ല, വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തതിനെ കൊണ്ടാണോ? പക്ഷെ നല്ല താഴോട്ടൊക്കെ ഇറങ്ങാനുള്ള നല്ല പടികളൊക്കെ ഉണ്ട്. ഒരു നല്ല തണുത്ത കാറ്റ്, പക്ഷെ ചൂടുണ്ട്. നല്ല ഒന്ന് നടക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. സാധാരണ പോത്തോട്ട് ഡാം എന്ന് പറയുമ്പോൾ ആ ഡാം കെട്ടിയതിൻ്റെ ഭാഗത്ത് കുറേ നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച വന്നാലേ നിങ്ങൾക്ക് ഒരു വൈബ് ഉണ്ടാവുള്ളൂ. എല്ലാത്ത ദിവസങ്ങളൊക്കെ ആള് വളരെ കുറവാണ്. അതുകൊണ്ട് കുറേ നടക്കാനുണ്ട്. അത്യാവശ്യം വെയിലുണ്ട്, ചൂടുണ്ട്. കാരണം സമയം 1:30 മണിയായി. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 1:30ക്കാണ്. അപ്പോൾ കഴിയുന്നതും ആൾക്കാർ ഒന്നുകിൽ നന്ന രാവിലെ വരാം, അല്ലാത്തവരെന്തൊക്കെയാ ഒരു 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥ ആയിരിക്കും. അതുകൊണ്ട് ഡിസംബർ മാസങ്ങളിൽ മഴയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളി വൈബായിരിക്കും. പിന്നെ കുറച്ച് മഴ കൊള്ളണമെന്നുള്ളത്. ഇങ്ങനെ 2-3 ആൾക്കാർ വരുന്നുണ്ട്. मैं बेजुबां सा तेरे बिन तू
बेपता सा मेरे बिन हम कागज के दो टुकड़े थे हवा के भरोसे